സംസാരിക്കുമ്പോൾ എൻറ്റയർ ഓഡിയൻസ് നമ്മളെ നോക്കുന്നത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരെ ശ്രദ്ധിക്കും. പേടി വന്നാൽ നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ. അതേപോലെ സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബോറാണെന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മളെ നൃത്തം എങ്ങനെയെന്ന് മനസ്സിലാവണം, നമ്മളെ ജസ്റ്റേഴ്സ് എങ്ങനെയെന്ന് മനസ്സിലാവണം. ഇത് മറ്റുള്ളവർ ഭംഗിയായിട്ട് കാണിച്ചു തരുന്ന കുറേ പ്രാക്ടീസ് ഇവിടെ കണ്ടു. അപ്പം നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് ഞാൻ ഒഴിവാക്കേണ്ടതാണ്. ഇത് നമ്മൾ അങ്ങനെ കാണുന്നത്, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ജസ്റ്റേഴ്സ് നമ്മൾ കാണുന്നത്, നമ്മുടെ മാനറിസംസ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോസ്ചർ ആൻഡ് ജസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. ക്ലോസ്ഡ് പോസ്ചർ ഉണ്ട്, ഓപ്പൺ പോസ്ചർ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ക്ലോസ് ആണ്, ഇങ്ങനെയാണ് വേണ്ടത്. ജസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഈ കൈയാണ് നമുക്ക് വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പോൾ ശംസു നേരത്തെ ചെയ്ത പോലെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ശബ്ദം പോലും മൈക്രോഫോൺ ഒപ്പിയെടുക്കും, വലിയ ശബ്ദമായി വരും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതല്ലാത്ത രീതിയിലാണെങ്കിൽ ഒരു കൈയെ നിങ്ങൾക്ക് രണ്ട് കൈ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നിക്കണം. ബോഡി അല്ലെങ്കിൽ വെറുതാങ്ങി എന്നാണ് എനിക്ക് പറയുന്നത്. അതുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ജസ്റ്റേഴ്സ് വലിയൊരു ബുദ്ധിമുട്ടാണ് അതിലേക്ക് വരുമ്പോൾ. അതാണ് നമ്മൾ പലപ്പോഴും ഓക്വേർഡ് ആക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആവണം, ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കും. കൈ ഒന്ന് ഫ്രീ ആക്കുക, ഇങ്ങനെ കൊണ്ടുവരുത്. കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഞാൻ സംസാരിക്കണതിൻ്റെ അർത്ഥം ഒരുപാട് എൻ്റെ പേരിലാണ് ക്ലോസ് പോസ്റ്ററാണ്. ഒരുപാട് അറിവൊക്കെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു സംഭവമാണ്. ഒന്ന് പുറത്ത് സംസാരിക്കണം. ഞാൻ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട്, ഷോൾ കൊണ്ടൊക്കെ ഇങ്ങനെ ചിലരിങ്ങനെ കെട്ടി പേടിയുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആളുകൾ തയ്യാറാവില്ല എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ജസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.